ദൈവത്തിന് മഹത്വം. നമുക്ക് ദൈവവചന കേൾവിക്കായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവവചനത്തിൽ പറയുന്ന പോലെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പം എന്തെങ്കിലും കേട്ടതുകൊണ്ട് കഥയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ കേൾവിയാണ് ഒരു വിശ്വാസിയെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരും ഓരോ വചനത്തിൻ്റെ അനുസരണമാണ് ജീവന്റെ സമൃദ്ധിയുള്ളവരാക്കി മാറ്റുന്നത്. വിശ്വാസത്തിൽ ഉറപ്പ് വേണം, ജീവന്റെ സമൃദ്ധിയും നമുക്ക് വേണം. അപ്പം അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ദൈവവചനത്തിൻ്റെ കേൾവിയാണ്, ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടിയുള്ള തുറമാനമായ ജീവിതമാണ്. പ്രത്യേകാൽ നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. അന്ത്യകാലത്തിൻ്റെ അവസാന സമയത്തൊക്കെ നമ്മളായിരിക്കുമ്പോൾ ഒരു യഥാർത്ഥ ദൈവ ഭക്തിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. വിശ്വാസത്തിൻ്റെ നായകനാണ്, പൂർത്തി വരുത്തുന്നവനാണ് യേശു. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിൽ വിശ്വാസം പകർന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അല്ലേ. നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാനും ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവവചനം അനുസരിച്ച് മുന്നോട്ട് പോകുവാനും ഒക്കെ നമ്മളെ സഹായിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്നൊക്കെ നമ്മൾ വചനം വായിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. അപ്പോൾ വിശ്വാസത്തിലോട്ട് നമ്മൾ വന്നു, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ നയിക്കപ്പെടുന്നു. അങ്ങനെ നയിക്കപ്പെടുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കാര്യം പറയാണ്. എബ്രായർ 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അപ്പോൾ അത് ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നൊരു കർത്താവുണ്ട്. നമുക്കറിയാം, പിതാവിൻ്റെ സന്നിധിയിൽ ഇന്നും അർക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുവിനെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിക്കുന്ന ആരാണ്? യേശുക്രിസ്തുവാണ് അല്ലേ. പുത്രൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല, പിതാവിനാൽ ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. മാത്രമല്ല, നമ്മൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒന്ന് തിമോത്തി 2:5 എന്ത് പറയുന്ന അവിടെ പറയുന്നുണ്ട്, ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ മാത്രം, സകലർക്കും വേണ്ടി മറുവിലയായി തീർന്ന കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ ഇവിടെ പറയാണ്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. എല്ലാവർക്കും അല്ല, അടുക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അത് നമ്മൾ നേരത്തെ യാക്കോബിന്റെ ലേഖനത്തിൽ എന്താ വായിച്ചത്? ദൈവത്തോട് അടുത്തു വരുവിൻ അല്ലെ. ദൈവത്തോട് വരുന്നവർക്ക് വേണ്ടിയിട്ട്, പക്ഷേ ദൈവത്തോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പുത്രൻ എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷപാതം ചെയ്യുന്നുണ്ട് അല്ലേ. എന്നോട് അടുത്തു വരിക, ഞാനും നിന്നോട് അടുത്തു വരാം. അങ്ങനെയല്ലേ യാക്കോബിന്റെ ലേഖനത്തിൽ വായിച്ചില്ലായിരുന്നോ? എന്താ വായിച്ചത്? ദൈവത്തോട് അടുത്തു വരുവിൻ, പിശാചിനോട് എതിർത്ത്. അപ്പോൾ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യം അവിടെ സംഭവിക്കും. ഒന്ന്, ദൈവത്തോട് അടുത്ത് വരുമ്പോൾ അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിലുള്ളവനാകൊണ്ട് അവൻ വിശുദ്ധനായതുകൊണ്ട് നമ്മളിലുള്ള അശുദ്ധികളൊക്കെ വെളിപ്പെട്ട് വരും. മനസ്സിലായോ? അശുദ്ധികൾ വെളിപ്പെട്ട് വരുമ്പോൾ, നമ്മളിലുള്ള മറിഞ്ഞു കിടക്കുന്ന സ്വഭാവം വെളിപ്പെട്ട് വരുമ്പോൾ അവിടെ പിശാചിന് ഇടം കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടാകാതെ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ ദൈവത്തോട് ചേർന്ന് കിടക്കാനും ദൈവ ജീവനിൽ വർദ്ധിച്ചു വരാനും പറ്റും. വായിച്ച യാക്കോബിന്റെ ലേഖനത്തിൽ വായിച്ച വാക്ക്, ദൈവത്തിന് കീഴടങ്ങണം അല്ലെ. നമ്മൾ ദൈവത്തിന് എപ്പോഴും എന്ത് ചെയ്യണം? സബ്മിസീവായിട്ട് സബ്മിറ്റ് ചെയ്യണം, ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കണം. അതാണ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കണം. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണ്. അപ്പൊ പിശാച് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ കൊമ്പ് വെച്ച് വരുന്ന ആരെങ്കിലും ഒന്നുമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? പിശാച് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കുടുംബങ്ങളിൽ, ബന്ധങ്ങളിൽ, ജോലി മേഖലകളിലൊക്കെയുള്ള വ്യക്തികളിൽ കൂടി. കാരണം എല്ലാ വ്യക്തികളും പാപം ചെയ്ത് എല്ലാവരും ദൈവതേജസ്സില്ലാത്തവരായി, എല്ലാ വ്യക്തികളുടെ ഉള്ളിലും രൂപാന്തരപ്പെടാത്തൊരു മനസ്സുണ്ട്. ആ മനസ്സിൽ എന്തൊക്കെ ഇരിപ്പുണ്ട്? കയ്പും പകയും വെറുപ്പും നീരസവും പിണക്കും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് രൂപാന്തരപ്പെടാത്ത മേഖലയിൽ പിശാചും അഥവാ അശുദ്ധാത്മാക്കളൊക്കെ അതിനെ സ്വാധീനിച്ച് ആ വ്യക്തിയുടെ ഹൃദയത്തെ കഠിനമാക്കി കയ്പിലും പകയിലും വെറുപ്പിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയുമായിട്ടായിരിക്കും പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നത്? ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയല്ല, ആ വ്യക്തിയെ
നിയന്ത്രിക്കുന്ന ചില ശക്തികളാണ് ആ വ്യക്തിയെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. ഇത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തികളോട് കയ്പും പകയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് പലപ്പോഴും ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നത്. അങ്ങനെ പോകുന്നൊരു വ്യക്തിക്ക് ക്രിസ്തുവിൽ വളർച്ച ഉണ്ടാവില്ല, മുരടിച്ചു പോകും. ദൈവവചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അപ്പോൾ നമ്മൾ ചില വ്യക്തികളെയും ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി ബൈപ്പാസ് ചെയ്ത് പോയാൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ശുദ്ധീകരണം നമുക്കുണ്ടാവത്തില്ല. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ട്. 12 ശിഷ്യന്മാരിൽ ഒരുവനായി യൂദായെ യേശു കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ യേശുവിന് അറിയാമായിരുന്നു അവനൊരു പിശാചാണെന്നുള്ള കാര്യം, അല്ലേ? പക്ഷെ യേശു എന്ത് ചെയ്തില്ല? അവനെ മാറ്റിക്കളഞ്ഞില്ല. അവൻ സഞ്ചിയിൽ നിന്നും കൂടെ മോഷ്ടിക്കുന്നവനായിരുന്നു. അവൻ്റെ ഉള്ളിലും അവൻ്റെ മനസ്സൊക്കെ ദൈവത്തിന് അറിയായിരുന്നു. പക്ഷെ കർത്താവ് അവനെ തള്ളിക്കളഞ്ഞില്ല. കർത്താവ് അവന് അവസരം കൊടുത്തു. മാത്രമല്ല ആ വ്യക്തിയിൽ കൂടി പിതാവിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലയിൽ വെളിപ്പെടണമെന്ന് പിതാവ് ആഗ്രഹിച്ചു അതൊക്കെ തന്നിലൂടെ വെളിപ്പെട്ടു. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ മാത്രമേ ഇതൊക്കെ ഗ്രഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടെ പറയുന്നുണ്ട്, അവനവരെ സ്നേഹിച്ചു, അവസാനത്തോളം സ്നേഹിച്ചു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ പുത്രൻ വെളിപ്പെടുത്തിയപ്പോൾ ആ സ്നേഹം വെളിപ്പെടാതിരിക്കുവാൻ വേണ്ടി ഈ കൂടെ ഉണ്ടായിരുന്ന യൂദായുടെ സ്വഭാവം പലപ്പോഴും എന്ത് ചെയ്തു? ആ സ്നേഹം വെളിപ്പെടാതിരിക്കത്തക്ക രീതിയിലൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവിടെ ഒന്നും യേശു കർത്താവ് അവിടെ ഒന്നും വീണു പോവുകയൊന്നും ചെയ്തില്ല. അവനെ അവസാനത്തോളം അവനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്ത യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് വായിക്കുന്നൊരു വായിച്ച് പിശാചിനോട് എതിർത്ത് മതി, അവിടെ മതി. അപ്പോൾ നമ്മൾ ദൈവത്തോട് അടുത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് അടുത്ത് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ദൈവത്തെ വേണ്ടുവണ്ണം പലരും മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തോട് അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധനാണ്, നീതിയുള്ളവനാണ്, പാപമില്ലാത്തവനാണ്, ദോഷം കണ്ടുകൂടാത്ത നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് ദൈവം നമ്മളെ അടുത്ത് വരാൻ വിളിക്കുമ്പോൾ അത് ഇന്ന് നമുക്കത് സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് അടുത്തടുത്ത് ചെല്ലുന്നുണ്ട്, ദൈവം എന്നോട് അടുത്തടുത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിലേക്ക് ഞാൻ നിറഞ്ഞ് ഞാൻ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നുണ്ട് എന്നൊരു വ്യക്തിക്ക് മനസ്സിലാകുന്നത് വചനാനുസരണത്തിൽ കൂടി തുറമാനമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ കർത്താവിനോട് അടുത്ത് വരാൻ പറഞ്ഞാൽ അതിന് വേറൊരു ഷോർട്ട് കട്ടൊന്നുമില്ല. പർവ്വതത്തിലേക്ക് മോശ കയറി പോയതുപോലെ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഓടി കയറി ചെല്ലാനൊന്നും സ്ഥലങ്ങളൊന്നുമില്ല. നമുക്ക് ദൈവത്തോട് അടുത്ത് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അനുസരിക്കാൻ പറയുന്ന വചനത്തിന്റെ അനുസരണത്തിൽ കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ പറയുന്ന അടുത്ത് ചെല്ലുവിൻ എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരുമ്പോൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും യേശുർത്ത പറഞ്ഞല്ലോ, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം കൂടെ ഉണ്ടെന്ന്. പിന്നെ എന്തിനാ അടുത്ത് വരുമെന്ന് പറഞ്ഞാൽ എന്നോട് കൂടെയുള്ള ദൈവമല്ലേ, പിന്നെ എന്തിനാ ഈ ദൈവത്തോട് അടുത്ത് വരിക എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരാമെന്ന് പറയുന്നത്? ആ പറഞ്ഞതിന് അർത്ഥം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് കൂടെയുണ്ട്, പക്ഷേ എല്ലായ്പ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം ഉളവായി വരണമെങ്കിൽ ഇതാ സാധിക്കും. നമ്മൾ കർത്താവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കർത്താവ് ഒന്നും അവരോട് കൂടെ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കർത്താവ് കൂടെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ വെളിച്ചത്തിൽ നടക്കും, സ്നേഹത്തിൽ നടക്കും, സത്യത്തിൽ നടക്കും, വിശുദ്ധിയിൽ നടക്കും, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണും, കുറവുകളോടെ സ്നേഹിക്കും. അങ്ങനെ ഈ ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവത്തിലും നിറഞ്ഞു വരുന്ന ഒരു അനുഭവത്തിലേക്ക് നയിക്കും. അപ്പോൾ എബ്രായ ലേഖനത്തിൽ പറയാണ്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. ദൈവത്തോട് അടുക്കുന്ന വ്യക്തികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഈ ദൈവത്തോട് അടുത്ത് വരുമ്പോഴുള്ള സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ആ വ്യക്തിയുടെ അകത്തുള്ള സ്വഭാവ വൈകല്യങ്ങളൊക്കെ വെളിപ്പെടും. ആ വെളിപ്പെടുമ്പോഴാണ് പലപ്പോഴും പലർക്കും നിരാശയും ദുഃഖവും ആകുലങ്ങളും ഉത്കണ്ഠകളും ഭീതികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം പിശാച് ആ പല രൂപാന്തരപ്പെടാത്ത മേഖലകളിൽ പരിവർത്തിച്ച് എന്ത് ചെയ്യും? ആ വ്യക്തിയെ പിന്നെയും ദുഃഖത്തിലേക്കും നിരാശയിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നവനാകിയാൽ ദൈവത്തോട് അടുത്ത് നമ്മൾ വചനാനുസരണത്തിൽ കൂടി അടുത്ത് ചെല്ലുന്നത് മൂലം നമ്മളിൽ ഉണ്ടാകുന്ന വിശുദ്ധിയുടെ വർധനവുണ്ടാകാനായിട്ട് ആ കുറ്റബോധത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഭയത്തിൽ നിന്നും ഭീതിയിൽ നിന്നും ഒക്കെ ദൈവം നമ്മളെ വിടുവിക്കും. കാരണം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്, ദൈവകൃപ നമ്മുടെ മേൽ പകരുന്നത് കൊണ്ട് ആ സാഹചര്യങ്ങളൊക്കെ ജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറയാം. അതുകൊണ്ടാണ് പറയുന്നത്, അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകയാൽ. എന്തിനാ പക്ഷപാതം ചെയ്യുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരെ പൂർണ്ണമായിട്ട് രക്ഷിക്കണം. കണ്ടോ?
അവരെ പൂർണ്ണമായി രക്ഷിക്കുക. അപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ടോ സ്നാനപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ടോ ഒരു ദിവസം അതിനനുസരിച്ച് എന്ന് പറയുന്നതുകൊണ്ടോ എന്തെങ്കിലും കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതുകൊണ്ടൊന്നും ഒന്നും ആയിട്ടില്ല. പൂർണ്ണമായിട്ട് രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണെന്നുള്ള ബോധ്യം ഒരു വ്യക്തി എല്ലായ്പ്പോഴും അവൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം. കാരണം നമ്മളൊരു വ്യക്തിയെ വിശ്വസിച്ച് ഇപ്പോൾ ഒരു കുഞ്ഞിനോട് ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞിനോട് മുകളിൽ നിർത്തിയിട്ട് ആ കുഞ്ഞിനോട് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞെടുത്ത് ചാടും അല്ലേ? അപ്പം പിടിക്കും, കൈ നീട്ടി കഴിയുമ്പോൾ കുഞ്ഞെടുത്ത് ചാടാനാണ്. കുഞ്ഞിന് അറിയത്തില്ല അപ്പം പിടിക്കുകയോ ഇല്ലെന്നുള്ള അറിയത്തില്ല. പക്ഷേ കുഞ്ഞെന്ത് ചെയ്യാണ്? ആ അപ്പനെ വിശ്വസിച്ചുകൊണ്ട് ചാടുകയാണ്. കർത്താവ് നമ്മളോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും പ്രതിഫലം കൊടുക്കുന്നെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ആ അപ്പനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു അല്ലേ? ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? എപ്പോഴും സ്വയമായിട്ട് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുഞ്ഞെന്ത് ചെയ്യും? അത് വിശ്വസിക്കും, അത് പൂർണ്ണമായി ആശ്രയിക്കും അല്ലേ? ഒരു കുഞ്ഞുങ്ങളെപ്പോഴും കൈയൊക്കെ പൊക്കി എന്നെ എടുക്കുന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ കുഞ്ഞ് ആശ്രയിക്കുന്നതാണ് അല്ലേ? അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചാടാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് കുഞ്ഞ് എടുത്ത് ചാടുമ്പോൾ നമ്മൾ കണ്ടല്ലേ വല്ലപ്പോഴൊക്കെ ഈ അപ്പൻ വെള്ളത്തിൽ കുളിക്കുന്നു, കുഞ്ഞ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിൽ വെക്കുന്നു, ചാടാൻ പറയുമ്പോൾ ആ കുഞ്ഞെടുത്ത് ചാടും. കുഞ്ഞിന് നീന്തലൊന്നും അറിയത്തില്ല. പക്ഷേ ആ അപ്പനെ വിശ്വസിച്ചുകൊണ്ട് ആ കുഞ്ഞ് ചാടുന്നത് പോലെ കർത്താവ് ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഈ തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ? നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. പക്ഷെ നോക്കി, നമ്മളൊന്ന് വലുതായ ഒരു വ്യക്തിയാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇരുത്തി ചാടാൻ പറഞ്ഞാൽ ചാടത്തില്ല. കാരണം എന്താ? എനിക്ക് നീന്തലറിയില്ല, ഈ വെള്ളത്തിന് ആഴമുണ്ടോ അല്ലേ, ചാടി ചിലപ്പോൾ ഞാൻ ചത്തുപോകും, അപ്പം പിടിക്കുമോ, അതൊക്കെ ചിന്തിക്കും. പക്ഷെ ഒരു കുഞ്ഞ് ചിന്തിക്കത്തില്ല. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കിക്കോ, കുഞ്ഞിന് അങ്ങനെ ആവശ്യമില്ല. അപ്പം ഇത് തന്നെയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴുള്ള കാര്യം എന്ന് പറയുന്നത്. ദൈവം സകലത്തിൽ മതിയായവനാണ്, ആ കർത്താവിനെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിൽ നമ്മൾ ആയിത്തീരാനൊക്കെ ഇടയായിത്തീരും. അപ്പോൾ ഇവിടെ പറയാണ് കേട്ടോ, അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. മനസ്സിലായോ? പൂർണ്ണമായി രക്ഷിപ്പാൻ എന്ന് പറയുന്നത് നമ്മൾ കർത്താവ് വരുമെങ്കിൽ മധ്യാകാശത്ത് കർത്താവ് വെളിപ്പെടുന്ന സംഭവമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. പലർക്കും ഇത് ഇപ്പോൾ വിശ്വാസികളെന്ന് പറയുന്നവർക്ക് പോലും ഇതൊന്നും ഒരു വിശ്വാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. വെറും ഒരു ചടങ്ങ് പോലെയായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു ശേഷിപ്പ് ദൈവഹൃദയത്തിൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം എന്നുള്ളത്. ആരും നശിച്ചു പോകരുത്. അതാണ് ദൈവഹൃദയത്തിൽ ആഗ്രഹം. കാരണം എല്ലാ മനുഷ്യർക്കും വസിക്കത്തക്ക രീതിയിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? പുതിയ ആകാശം പുതിയ ഭൂമിയൊക്കെ ഒരുക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഫോർനോളജിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അറിയാം എന്ത് ഈ പറയുന്ന പോലുള്ള ആളുകളൊന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷെ നമ്മൾ ദൈവഹൃദയത്തിലേക്ക് കയറി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ ആ ഒരു അളവിലേക്ക് കാര്യങ്ങളെ കാണുമ്പോൾ ആ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരും. കാരണം കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരണ ആളുകളിൽ അത് വെളിപ്പെട്ട് വന്നാൽ എല്ലാവരെയും കർത്താവിലേക്ക് ആകർഷിക്കും. നമ്മൾ അങ്ങനെയാണ് കാണേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിനൊക്കെ ഒരു നിമിഷം മതി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട്. അല്ലെങ്കിൽ ഹൃദയങ്ങളെ സകല ആത്മാക്കളുടെയും ദൈവമാണ്. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ ഇരിക്കുന്ന നീർത്തോട് കണക്കെ അതിന് തിരിക്കാൻ പറ്റുന്ന കർത്താവാണ്. ജാതികളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട. ഒരു നിമിഷം ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തിയാൽ ഈ ജനം മുഴുവൻ അതിലേക്ക് ആകർഷിക്കും. കാരണം നമുക്ക് കർത്താവിൻ്റെ ഹൃദയം നമ്മൾ അറിയണമെങ്കിൽ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അല്ലേ, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെ നോഹയുടെ കാലത്ത് മരിച്ച ആത്മാക്കൾ അല്ലെ, തടവിൽ കിടക്കുന്ന ആത്മാക്കളോട് സുവിശേഷം പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം നോക്കിയേ. ആ തടവിൽ കിടക്കുന്ന ആത്മാക്കളോട് സുവിശേഷം പറഞ്ഞു. അവരെല്ലാവരും വിശ്വസിച്ച് അവരെല്ലാവരും നിത്യതയിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു സാഹചര്യത്തിൽ ചെന്ന് അവരോട് സുവിശേഷം പറഞ്ഞ ദൈവം. അപ്പം ഇന്ന് നമ്മുടെ ഹൃദയം ദൈവഹൃദയവുമായിട്ട് ഒന്നായി ചേർന്നെങ്കിൽ മാത്രമേ ദൈവഹൃദയത്തിൽ ആഗ്രഹം നമുക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ചോദിച്ചു. പക്ഷേ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവ് എല്ലാവരും കർത്താവ് വിശ്വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണം. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വിഗ്രഹങ്ങളൊക്കെ തുരപ്പനിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന പറയും ദൈവം. അങ്ങനെ വചനമുണ്ട്. അവർ ആ വിഗ്രഹങ്ങളൊക്കെ എറിഞ്ഞു കളയും. കാരണം ഒരു പ്രയോജനവുമില്ലാത്ത വിഗ്രഹങ്ങളെ ഒക്കെ ആളുകൾ വിട്ട് ഓടി ഈ ജീവനുള്ള തേജസ്സുള്ള വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. അപ്പോൾ നമ്മൾ ഈ ഒരു തലത്തിലുള്ള കാര്യങ്ങൾ കാണണം. അപ്പോൾ ദൈവഹൃദയത്തിൽ ആഗ്രഹം അതാണ്. പൂർണ്ണമായി രക്ഷിപ്പാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എത്രയോ വലിയൊരു പദ്ധതിയാണ് ദൈവം ചെയ്തെടുക്കുന്നത്. ഒരു ദിവസമോ 2 ദിവസമോ അല്ല, തുടർമാനമായി കർത്താവിനോട് ചേർന്ന് നടന്ന് നിത്യത മുഴുവൻ ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു വലിയ ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ നയിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ മനുഷ്യനെ നൈമിഷികമായിട്ടുള്ള മോഹങ്ങളിലേക്ക് വശീകരിച്ചും കൊണ്ട് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞല്ലോ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, നിന്റെ നിക്ഷേപം എവിടെയാ, അവിടെയായിരിക്കും നിന്റെ ഹൃദയം. അപ്പോൾ ഇന്ന് ലോകത്തുള്ള ആളുകളുടെ ഒക്കെ നിക്ഷേപം ഇവിടെയാണ്. സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നവരാരുമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കും സ്വർഗത്തിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ കുറേ പണം ആർക്കെങ്കിലും കൊടുക്കുക, അവിടെ കുറേ ബാങ്ക് ബാലൻസ് ഉണ്ടാവും എന്നുള്ള ചിന്തയിലാണെങ്കിൽ, ഈ സ്വർഗത്തിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ ഒരുക്കുന്ന എൻ്റെ ദൈനംദിന ജീവിതമാണ് ഈ നിക്ഷേപം എന്ന് പറയുന്നത്. അതിൽ പല കാര്യങ്ങളുണ്ട്. അത് കൃത്യതയോടുകൂടി ചെയ്തെങ്കിൽ ഈ നിക്ഷേപം വർദ്ധിക്കത്തുള്ളൂ. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരാൾ കുറെ പണം കൊടുത്ത് സഹായിച്ചു, അല്ലെങ്കിൽ ദശാംശം കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ കുറെ പുണ്യപ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവുന്നല്ലേ പറഞ്ഞതിനർത്ഥം. നമ്മൾ ആ ദൈവത്തോടു കൂടെ നിത്യതയിൽ അഥവാ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി നമ്മൾ മാറുക എന്നാണ് ഈ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ മത്തായി 18:22 ഒന്ന് വായിച്ചു നോക്കിയാൽ 18:22 എന്താ പറയുന്നേ? അവിടെ പറയാണ് 18:22 അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു അവനോട് 7 വട്ടമല്ല. ലൂക്കോസിന്റെ സുവിശേഷം ഞാൻ പറഞ്ഞത് തെറ്റിയതാ. 18-ാം അധ്യായം അതിന്റെ 22. ഇനി ഒരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാതെ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്കെല്ലാം വിറ്റ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ വ്യക്തിയോട് ദൈവം പറഞ്ഞതിന്റെ പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. അവിടെ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അവൻ പൂർണ്ണമായിട്ട് ദൈവത്തെ പിൻപറ്റുവാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അവന്റെ ഹൃദയം ഒരിക്കലും പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു അനുഭവത്തിലല്ലാതിരുന്നത് കൊണ്ട് കർത്താവ് അവനെ നോക്കി സ്നേഹിച്ചു എന്നൊക്കെ മത്തായിയുടെ സുവിശേഷത്തിലാണ്. സ്നേഹിച്ചു, കാരണം അവന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ മഹാധനികനായതുകൊണ്ട് അവന് പൂർണ്ണമായിട്ടും കർത്താവ് പറയുന്നുണ്ട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനെ തിരിഞ്ഞു നോക്കിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അത് വിട്ടെങ്കിൽ മാത്രമേ അവന് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ആശ്രയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവൻ എന്ത് ചെയ്യത്തുള്ളൂ, പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയാണ്, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയാൽ മോളിൽ അതിന്റെ 18-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചേക്കേ. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. നിത്യജീവനെ അവകാശമാക്കുന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നത് അല്ലെ? നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് 19-ാം വാക്യം. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ. നോക്കിയപ്പോ ഇവിടെ നോക്കിയാൽ വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവനെന്താ പറഞ്ഞേ? ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട്. നോക്കിയേ, ഇങ്ങനെയൊക്കെ ഇതെങ്കിലും കൃത്യമായിട്ട് ചെയ്യുന്ന എത്ര പേരുണ്ടാവും ഇവിടെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നില്ല, ഞാൻ ആരും കൊല ചെയ്തിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അപ്പോൾ മോഷ്ടിച്ചിട്ടും കൊല ചെയ്തിട്ടൊന്നും ഉണ്ടാക്കിയ സമ്പത്തൊന്നും അല്ല അത് ഇവന്റെ. കണ്ടോ, ഞാൻ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല, ചുങ്കക്കാരുടെ പോലെ കള്ളത്തരം ചെയ്തിട്ടുണ്ടാക്കിയ സമ്പത്തല്ല. അല്ലേ? എന്നിട്ട് പറയാ, നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞ കൽപ്പനകൾ. അപ്പൊ അപ്പനെ അമ്മേനെ ബഹുമാനിക്കുന്ന നല്ലൊരു മനുഷ്യനാണ് ഇവൻ. അല്ലേ? നോക്കിയേ. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, അതൊക്കെ ഇവൻ പറയും, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. എനിക്ക് തോന്നുന്നു വേറൊരു ഭാഗത്ത് യേശു അവനെ സ്നേഹിച്ചു എന്നുള്ളൊരു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. എനിക്ക് തോന്നുന്നു മാർക്ക് 10-ലാണെന്നൊക്കെ. മാർക്കോസിന്റെ സുവിശേഷം 10:21 മാർക്കോസിന്റെ സുവിശേഷത്തില് 10-ാം അധ്യായം അതെ 21-ാം വാക്യം വായിച്ചേക്കെ. മാർക്ക് 10-ന്റെ
യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട്. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. നോക്കി സ്നേഹിക്കുന്ന എങ്ങനെയാ? നോക്കി എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? യേശു അവനെ നോക്കി സ്നേഹിച്ചു. എന്താ ഈ നോക്കി സ്നേഹിച്ചു എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കണം, നമ്മളതൊക്കെ വായിച്ചിട്ടുള്ള കാര്യമാണ്. നോക്കി സ്നേഹിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവനെ യേശുവിനെ അറിയാം, അല്ലെ? അവന് മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ പ്രമാണിക്കുന്നുണ്ട് എന്ന് യേശുവിനറിയാം. അതുകൊണ്ടാണ് ഈ നോക്കി സ്നേഹിച്ചു എന്ന് പറയുന്നത്. കണ്ടോ, നോക്കി സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാ, നീ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഈ കൽപ്പനകൾ പ്രമാണിക്കണമെന്ന് അവനറിയാവുന്നത് കൊണ്ട്, അപ്പനെയും അമ്മേനെ അനുസരിച്ചില്ലെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് അവനതൊക്കെ പ്രമാണിച്ചു വരുന്ന നല്ലൊരു ബാല്യക്കാരൻ, അല്ലേ? അതുകൊണ്ടാണ് യേശു അവനൊന്ന് വേറെ ആളെ കുറിച്ച് അങ്ങനെ പറയുന്നത് കണ്ടിട്ടില്ല. യേശു നോക്കി സ്നേഹിച്ചു എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ പറയാ യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. എന്നിട്ട് പറയാം, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ട്. അപ്പം ഇത് പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ഹൃദയം എവിടെയാണ് ഉടക്കിക്കിടക്കുന്നതെന്ന് അറിയുന്നത് ദൈവത്തിന് മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ പോയിന്റ്. മനസ്സിലായില്ലേ? നമ്മുടെ ഹൃദയം എന്തിലെങ്കിലും ഉടക്കിക്കിടന്നാൽ, ഇവൻ്റെ ഹൃദയം വ്യഭിചാരത്തിൽ ഉടക്കിയിട്ടില്ല, കൊലപാതകത്തിൽ ഉടക്കിയിട്ടില്ല, കള്ളസാക്ഷ്യത്തിൽ ഉടക്കിയിട്ടില്ല, ചതിക്കുന്നതിൽ ഉടക്കിയിട്ടില്ല, അമ്മപ്പന്മാരെ അനുസരിക്കാത്തതിലോ അല്ലെങ്കിൽ റിബലായിട്ട് പോകുന്ന അല്ലെങ്കിൽ മറ്റേ ധൂർത്തപുത്രൻ്റെ ചേട്ടനായ മൂത്തപുത്രനെ പോലുള്ളൊരു മനസ്സുള്ള വ്യക്തിയല്ല ഇവൻ. മനസ്സിലായോ? അപ്പോൾ ഇതിലൊന്നും ഇവൻ ഉടക്കിയിട്ടില്ല. പക്ഷേ ഇവൻ്റെ ഒരു ഉടക്കി കിടക്കുന്ന ഒന്നുണ്ട്. അതെന്തായിരുന്നു? അത് സമ്പത്തായിരുന്നു. ആ സമ്പത്തിൽ ഇവൻ പോലും അറിയാതെ ഇവൻ്റെ മനസ്സ് ഉടക്കിയിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് ഇതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. എന്നിട്ട് പറയാം, ഇത് വിറ്റ് കൊടുത്തിട്ട് നീ എന്ത് ചെയ്യണം? നീ എന്നെ ഒന്ന് അനുഗമിക്കണം. മനസ്സിലായോ? ഇവിടെ പറഞ്ഞു കേട്ടോ, നിങ്ങൾ വിറ്റ് കൊടുത്തിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതിനർത്ഥം എന്ന് പറഞ്ഞാൽ, എന്നെ ഒരു വ്യക്തി അനുഗമിക്കണമെങ്കിൽ അവൻ പൂർണ്ണമായിട്ടും എന്നിൽ ആശ്രയിക്കുകയും എൻ്റെ ഹിതം നിന്നിലൂടെ വെളിപ്പെടുത്തി ആ ദൈവഹിതത്തിലേക്ക് നിന്നെ ഒരുക്കി കൊണ്ടുവരണമെങ്കിൽ നീ പൂർണ്ണമായിട്ടും എന്നിൽ ആശ്രയിക്കണം. അത് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ഇപ്പം നോക്കി, നമ്മൾ ഏലിയാവിൻ്റെ പുതപ്പ് കൊണ്ടുവന്ന് എലീശയുടെ മേത്തിട്ട് കഴിഞ്ഞപ്പോൾ എലീശ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവൻ 2 ഏർക്കാളെ വെച്ച് പൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പ് വീണു എന്ന് എലീശ മനസ്സിലാക്കിയപ്പോൾ അവിടെ എലിയ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ മനസ്സിലാക്കുന്നെങ്കിൽ നീ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞു. എന്താ ചെയ്ത്? ആ ഏർക്കാളകളെ, അവൻ്റെ എല്ലാ സംഭവങ്ങളും അവൻ നീക്കി കളയാൻ. ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്, അവൻ ഇനി ഇതിലോട്ട് തിരിച്ചു പോകാതിരിപ്പാൻ അവൻ അതെല്ലാം ആ കാളകളെയൊക്കെ എന്ത് ചെയ്തു? കാളകളെന്ത് ചെയ്തു? യാഗം അർപ്പിച്ചു, ദഹിപ്പിച്ചു. അവൻ അതിനെല്ലാം കളഞ്ഞിട്ട് തന്നെ വിളിച്ച പദ്ധതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. യേശു കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുക്കണം. ഈ ത്യജിച്ചെങ്കിൽ മാത്രമേ ക്രൂശുള്ളൂ. അപ്പം ഇവിടെ ഇവൻ അതിനെ വിളിക്കുന്നത്. പക്ഷെ ഇവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അവൻ ആ സമ്പത്ത് വിട്ട് അവന് വരാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് എന്നിട്ട് പറയാ, നീ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്താൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ആ നിക്ഷേപത്തിലേക്ക് നീ പ്രവേശിക്കുവാനായിട്ട് നീ എന്നെ അനുഗമിക്കണം. കണ്ടോ? അതല്ലേ പറയണം അവിടെ, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നീ ഇത് ചെയ്താൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം നീ ചെയ്താൽ നിനക്ക് നിക്ഷേപം സ്വർഗത്തിലുണ്ടാകും. ആ നിക്ഷേപം ഉപയോഗിക്കത്തക്ക രീതിയിൽ നീ പ്രാപ്തനാകണമെങ്കിൽ നീ എന്നെ അനുഗമിക്കണം. കണ്ടോ? ഇവിടെ പറയാൻ നോക്കിയേ, വിറ്റ് നീ എന്ത് ചെയ്യണം? നീ പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എന്നിട്ട് അവിടെ പറയുന്ന വാക്ക് നോക്കൂ, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട്. കണ്ടോ? ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. യേശു അവിടെ പറയുന്നൊരു വാക്കുണ്ട്, നോക്കിയേ. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. കണ്ടോ? അപ്പൊ ഈ വാക്കിൽ വിസ്മയിച്ച ശിഷ്യന്മാർ പറയുന്നുണ്ട്. യേശു പിന്നെയും പറയാ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസം. നോക്കി, അത് ക്ലിയർ ചെയ്യുന്നുണ്ടോ? സമ്പത്തുള്ളതല്ല പ്രശ്നം, സമ്പത്തിൽ ഒരു വ്യക്തി ആശ്രയിക്കുന്ന ഒരു അനുഭവം. ഇവൻ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തി പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിച്ചും കൊണ്ട് നയിക്കപ്പെടുമ്പോൾ അവന് ആവശ്യമായതെല്ലാം ദൈവം ചെയ്യും, നൽകി തരാം. അത് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. മനസ്സിലായോ? സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് നല്ലത്. അപ്പോൾ ഇവിടെ പറയാണ്, അപ്പോൾ ഇവിടെ നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു
ഒരു ലൈഫാണ്. ഇപ്പം ഇവനോട് പറഞ്ഞതുപോലെ പല മേഖലകളിലും നമ്മളോടും കർത്താവ് പറയും പലതും വിടണം അല്ലേ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം അല്ലെ. അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ വസ്തുവകളെയോ എന്തെങ്കിലും എന്നേക്കാൾ അധികമായി സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാകുന്നവനല്ല. ഒരു വ്യക്തി എന്നെ അനുഗമിക്കുന്നെങ്കിൽ അവൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. അപ്പോൾ അങ്ങനെ സ്നേഹിക്കാനായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നാൾതോറും ക്രൂശ് എടുക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷേ ആ വ്യക്തി ദൈവരാജ്യത്തിന് കൊള്ളാകുന്ന വ്യക്തിയായി മാറും. നിത്യ തേജസ്സിൽ ദൈവത്തോടു കൂടെ വസിക്കുന്ന വ്യക്തിയായി കുടുംബങ്ങളായിട്ട് ആ വ്യക്തി മാറാനൊക്കെ ആയിട്ട് ഇടയായിത്തീരും. മനസ്സിലായോ? ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വേറൊരു കഥാപാത്രത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. 13 തൊട്ട് വായിക്കുകയാണെങ്കിൽ ആ ഉപമയിലേക്ക് വരുന്ന കാണാം. 12-ന്റെ 13 തൊട്ട് വായിക്കുകയാണെങ്കിൽ ലൂക്കോസ് 12-ന്റെ 13 തൊട്ട് അവിടെ പറയുന്നത്, പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട് ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാണ്, പങ്കുവയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറയാം, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കുവെക്കുന്നവനോ ആക്കിയവൻ ആരെന്ന് ചോദിച്ചു. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വാക്ക് പറയാണ്, പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വസ്തുവക ഉണ്ടായതുകൊണ്ട് ഒരു വ്യക്തി എന്ത് ചെയ്തില്ല, അവന്റെ ദൈവീയ ജീവനിലേക്ക് പ്രവേശിക്കപ്പെടത്തില്ല. വചനം വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, നിന്റെ വെള്ളിക്കും പൊന്നിനൊന്നും ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ നിങ്ങളെ വിടുവിക്കാൻ കഴിയത്തില്ല. ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ അവന്റെ ജീവനെ നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? തന്റെ ജീവന് മറുവിലയായി അവന് എന്തു കൊടുക്കും? ഇത് പറഞ്ഞിട്ട് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് അവിടെ 16-ാം വാക്യം. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, ആനന്ദിക്കുക എന്ന് പറയും. അപ്പൊ ഇത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണിത്. അതായത് ഒരിക്കലും സമ്പത്ത് മതി എന്ന് പറയുന്ന മനുഷ്യരെന്ത് ചെയ്തില്ല, നമുക്ക് കാണാൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ മനുഷ്യരെ അതിലേക്ക് വശീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിൽ മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടി വന്നപ്പോഴും തന്നെ വശീകരിച്ചു കൊണ്ടുപോയിട്ട് അവന് കാണിച്ചു കൊടുത്തത് എന്തുവാ? ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തിലുള്ള സകലതും കാണിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അവനെ വശീകരിക്കാനായിട്ട് ശ്രമിച്ചു. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ കാലത്ത് ഏത് വിധേനയും സമ്പത്തുണ്ടാക്കുക, അതിന് ഏത് തന്ത്രങ്ങൾ ചെയ്യാനോ ഏത് സാത്താനോ വണങ്ങാനോ ഒന്നും മനുഷ്യന് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇവിടെ പറയാണ്, പിന്നെ അവൻ പറഞ്ഞത്, ഇവിടെ ഒരു സമ്പത്തുള്ള ഒരു ധനികനായ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പറയാണ്, അവന് ഭൂമി നന്നായി വിളഞ്ഞു. അപ്പൊ ഒരുത്തന്റെ ഭൂമി നന്നായി വിളയണമെങ്കിൽ അതിന് കാരണഭൂതനാരാ കാരണഭൂതൻ? ദൈവമാണ് കാരണഭൂതൻ. അത് തിരിച്ചറിയുന്നില്ല അല്ലേ? ഇപ്പൊ പലരും വിതച്ചിട്ട് നന്നായി കൊയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഇവന് നന്നായി വിളവ് കൊടുത്തെങ്കിൽ അത് ദൈവമാണ് കൊടുത്തതെന്ന് ചിന്തിക്കാനായിട്ടുള്ള ജ്ഞാനം ആ വ്യക്തിക്ക് ഉണ്ടായില്ല. മനസ്സിലായോ? ഇനി അടുത്തത് അവനെ കുറിച്ച് പറയാണ്, നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ പറഞ്ഞു. അപ്പോൾ ഇവന് ധാരാളം കൊടുത്തതിൻ്റെ കാരണം എന്തുവാ? ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് അവന് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ ഇവനെന്താ ചെയ്തത്? ഞാനിത് മുഴുവൻ എന്തു ചെയ്യും എന്നുള്ളത് ചിന്തിച്ച് ഇത് കൂട്ടിവെക്കുകയാണ്. വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. എവിടെ വിചാരിച്ചത്? ഉള്ളിൽ. ആ വാക്ക് ശ്രദ്ധിക്കണം, ഉള്ളിൽ വിചാരിച്ചു, പുറത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. അപ്പോൾ
അവിടെ ഇങ്ങനെ ഒരു വിളവ് സമൃദ്ധി കിട്ടിയപ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുക, ഇല്ലാത്തവർക്ക് കൊടുക്കുക, ദരിദ്രന്മാർ നിങ്ങളെ ഓർക്കണം എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓർക്കണം എന്നൊക്കെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ആ സമ്പത്ത് വന്നപ്പോൾ സമ്പത്ത് ആ വ്യക്തിയെ വശീകരിച്ചു കൊണ്ട് പോകാനായിട്ട് തുടങ്ങി. എന്നിട്ട് എന്നോട് തന്നെ ഇപ്പോൾ ഉണ്ടോ, രണ്ടാമത്തെ സ്വയ സംഭാഷണമാണ് വന്നത്. ആദ്യത്തെ സ്വയ സംഭാഷണം എന്താ? അവൻ ഉള്ളിൽ വിചാരിച്ചിട്ട് അതെല്ലാം തനിക്ക് തന്നെ എങ്ങനെ അനുഭവിക്കാൻ പറ്റുമെന്ന് അവൻ ചിന്തിച്ചു. അതിലൂടെ പറയാണ്, എന്നിട്ട് എന്നോട് തന്നെ സ്വയമായിട്ട് പറയാണ്, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ഇപ്പം ഈ തന്നോട് തന്നെ സംസാരിക്കുമ്പോൾ അവനോട് ആരാ സംസാരിക്കുന്നത്? അവരോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല, പിശാചിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് സ്വയ സംഭാഷണം വരുന്നുണ്ടെങ്കിൽ ഓർക്കണം, അത് ദൈവത്തിൻ്റെ ആത്മാവിലല്ല ആ സംഭാഷണം. ഇവിടെ തനിക്ക് തന്നെയാണോ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ ലംഘനത്തിലുള്ളൊരു ചിന്ത അവൻ ചിന്തിക്കുന്നത്. ദൈവവചനം എന്താ പറയുന്നത്? ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം, അല്ലേ? ഇവിടെ പറയാണ്, അനവധി വസ്തുവ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, നിനക്കിനി ഏറിയ ആണ്ടുകളുണ്ട് എന്ന് അവനോട് തന്നെ പറയുമ്പോൾ ഇവിടെ പറയാണ്, അവനോട് പറയാ, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. കണ്ടോ, സ്വയമായിട്ട് പറയാ, നിനക്ക് ഇഷ്ടംപോലെ പണമുണ്ടല്ലോ, ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ വിളവുണ്ടല്ലോ, നീ നിന്റെ ജീവിതം അങ്ങ് ആസ്വദിക്കേ എന്ന് അവനോട് പറയുമ്പോൾ അവിടെ ദൈവം അവനോട് പറയുന്നൊരു കാര്യം പറയാം. ദൈവമോ, 20-ാം വാക്യം, ദൈവമോ അവനോട്, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിയാൽ ദൈവം അവനോട് പറയാണ് മൂഢ, അല്ലെ? മൂഢ എന്ന് പറയുന്ന ആരോടെ? ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ഇവന് ദൈവമില്ല, അല്ലെങ്കിൽ ദൈവഭയമില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവൻ ദൈവം ഉണ്ടെന്ന് കാണിക്കുന്ന പ്രകടനങ്ങൾ നടത്തുന്നുണ്ടാവും. ചർച്ചയിൽ പോകുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും, കൈയടിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അന്യഭാഷ പറയുന്നുണ്ടാവും, എന്തെങ്കിലും പല പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഇവൻ്റെ ഒരു മൂഢനാണ്. ഇവൻ്റെ യഥാർത്ഥത്തിൽ ഇവൻ്റെ ഹൃദയത്തിൽ ആരില്ല? ദൈവമില്ല. അതുകൊണ്ടാണ് ദൈവം ഇവനെ മൂഢ എന്ന് വിളിച്ചത്. നമ്മൾ സദൃശവാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ നമുക്ക് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ ഒരു ചിന്ത അവനിൽ വരില്ലായിരുന്നു. അവൻ ദൈവത്തോട് ആലോചിക്കും, കർത്താവ് ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ് നീ എനിക്ക് വസ്തുവക വർദ്ധിപ്പിച്ചു തന്നല്ലോ, കർത്താവെ നീ എനിക്ക് വിളവ് വർദ്ധിപ്പിച്ചു തന്നല്ലോ, സമ്പത്തുണ്ടാക്കുക നീ എനിക്ക് ആരോഗ്യം തന്നല്ലോ, കർത്താവെ ഞാനിതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം ദൈവത്തിനുള്ളത് മാറ്റിവെക്കണം, പിന്നെ തുടർന്ന് അത് ദൈവം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൃത്യതയോടുകൂടി ചെയ്തെങ്കിൽ അവനെ ദൈവം ഇങ്ങനെ മൂഢ എന്നല്ല പറയാം, ജ്ഞാനിയായ ഒരു വ്യക്തിയാണ്. ഇവിടെ മൂഢ എന്നിട്ട് പറയാം, ചോദ്യം നോക്കൂ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. കാരണം സകല ആത്മാക്കളുടെ ഉടയവനാണ് ദൈവം. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ ശ്വാസം മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് മനുഷ്യൻ്റെ മൂക്കിലുള്ളത്. പലരും ചിന്തിക്കുന്നില്ല. ഈ ജീവിതയാത്രയിൽ പലതിനു വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഈ ശ്വാസം ഒന്ന് തന്ന ദൈവം തിരിച്ചെടുത്താൽ ഈ ഉണ്ടാക്കിയതും അല്ലെങ്കിൽ ഉള്ള ഒന്നും ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ഭൂമിയിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാനും കഴിയുന്നതല്ല. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിൻ എന്ന് ദൈവവചനം പറയുമ്പോൾ ഇതൊന്നും വിശ്വസിക്കുവാനോ ഈ വചനത്തിനൊത്തവണ്ണം മനസ്സിനെ ഒന്ന് പുതുക്കുവാനോ ഏറെ പങ്കാളുകൾക്ക് എന്തില്ല, താല്പര്യമില്ല. അപ്പോൾ ഇവിടെ പറയാണ്, മൂഢ, ഇന്ന് നിന്റെ പ്രാണൻ നിന്നോട് ചോദിച്ചാൽ നീ ഈ ഒരുക്കി വെച്ചത് ആർക്കാകും? നീ ഒരുക്കി വെച്ചോണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിനക്ക്? എന്നിട്ട് അവിടെ പറയാണ്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം എങ്ങനെയാകും? കേട്ടോ, രണ്ടാമത്തെ നിക്ഷേപമാണ്. നേരത്തെ ആ ധനവാനായ ആ പയ്യനോട് എന്താ പറഞ്ഞത്? നീ ഒരു കാര്യം ചെയ്യണം, നീ നിനക്കുള്ളതൊക്കെ വിറ്റ് നീ എവിടെ നിക്ഷേപിക്കണം? നീ സ്വർഗത്തിൽ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? ഇവിടെ ഇവനോട് പറയാണ്, നീ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാണ്. എന്താ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം? അവൻ നിത്യനാശത്തിലേക്ക് പോകും. ഇവിടെ കണ്ടോ, തനിക്ക് തന്നെ നിക്ഷേപിക്കും. ദൈവ വിഷയത്തിൽ സമ്പന്നനാകണം. ദൈവവിഷയത്തിൽ ഒരു വ്യക്തി സമ്പന്നനാകണമെങ്കിൽ ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി മുന്നോട്ട് പോകണം. എല്ലാ മേഖലയിലും, സമ്പത്തിന്റെ മേഖല മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷ മേഖലയിൽ, അമ്മയപ്പന്മാർ, അങ്ങനെ ഓരോ മേഖലയിലും ആ വ്യക്തി എന്ത് ചെയ്യണം? ദൈവവിഷയമായി സമ്പന്നനാകണം. അതിലൊരു കാര്യം മാത്രമാണ് എന്ത്? സമ്പത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയാണ്, തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകും. തനിക്ക് തന്നെ നിക്ഷേപിക്കുക. നമ്മൾ ചെയ്തില്ലേ നോക്കുക, നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന ഒരു കൂട്ടത്തിലാണോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ആയിരിക്കണമെന്ന് അവിടെ പറഞ്ഞിരുന്നു. കുറേ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. പൂർണ്ണമായിട്ടും കർത്താവിനെ പിൻപറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം.
നമ്മൾ അപ്പസ്തോല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അന്ന് ഈ ദൈവത്തിൻ്റെ മഹത്വം കണ്ട സഭയിലുള്ള എല്ലാവരും അവർ ഉയരത്തിൽ നിക്ഷേപം കണ്ടുകൊണ്ടാണ് വന്നത്. അതുകൊണ്ടാണ് അവരെല്ലാവരും തനിക്കുള്ളതെല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പസ്തോലന്മാരതെല്ലാവരും എല്ലാം കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചു എന്നല്ല പറഞ്ഞത്. അവിടെ മുട്ടുള്ളവരാരും ഉണ്ടായില്ല, അല്ലേ? അവരിൽ ആരും മുട്ടുള്ളവരുണ്ടായില്ല. എന്താ കാരണം? അതെല്ലാം പങ്കുവെച്ച് കൊടുത്തിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, സുഭിക്ഷവും അല്ലെങ്കിൽ ദുർഭിക്ഷവും ഉണ്ടാകുന്നതല്ല, സമത്വം ഉണ്ടാകണം. അതാണ് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. എല്ലാവർക്കും സമത്വം ഉണ്ടാകണം. എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും സ്വസ്ഥതയുള്ള ഒരു ജീവിതം നയിക്കണം. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് ആ യൗവനക്കാരനും ഈ ധനവാനും എന്ത് ചെയ്ത് ചിന്തിച്ചത്? ദൈവരാജ്യത്തിൻ്റെ പ്രമാണമല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകും എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ 34 വാക്യം അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു മിനിറ്റ്, താഴത്തേക്ക് വായിക്കുമ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട വായിക്കുന്നത് മൊത്തം ഞാൻ വായിക്കുന്നില്ല. താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഇതാണ്. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. കാരണം ഇത് മുഴുവൻ വായിച്ചെങ്കിലേ അടുത്ത നിക്ഷേപത്തിൻ്റെ ആ ഒരു വെളിച്ചം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ പറയാം, അവൻ തൻ്റെ ശിഷ്യന്മാരോട് ആകയാൽ എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും. ശ്രദ്ധിക്കണം, മുകളിലുള്ള പറഞ്ഞ് ഞാൻ തിന്നും കുടിക്കും ആനന്ദിക്കും എനിക്ക് തന്നെ പണിയെന്ന് പറയാം. അപ്പോൾ ഇവിടെ കർത്താവോട് പറയാണ്, ആകയാൽ എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും. ഇത് ശരീരത്തിൻ്റെ ജീവനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? ശരീരത്തിന് എന്ത് വേണം? ഭക്ഷണം വേണം. നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാം നമുക്ക് ഭക്ഷണം വേണമെന്നുള്ള കാര്യം. ജീവനായിക്കൊണ്ടും. ഇനി എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. കാരണം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി നഗ്നരായി ഈ അത്തിയുടെ ഇല തുന്നി നഗ്നത മറച്ച ആദത്തിനും ഹവ്വയ്ക്കും നഗ്നത മാറുവാൻ വേണ്ടി ഒരു തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി കൊടുത്ത ദൈവമാണ്, അല്ലേ? ആ ദൈവത്തിനറിയാം നമ്മൾക്ക് എന്ത് വേണമെന്ന്, നമുക്ക് വസ്ത്രം വേണമെന്നുള്ളത് ദൈവത്തിനറിയാം. കണ്ടോ? എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കണ്ടോ? ആഹാരത്തേക്കാൾ ജീവൻ വലുതായതുകൊണ്ടാണ് പലരും ഇന്ന് എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് കേട്ടാൽ പല ഭക്ഷണ സാധനങ്ങളും വർജിക്കുന്നത്. എന്താ കാരണം? ആഹാരത്തെക്കാട്ടിലും പല ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്ന കാരണം എന്താ? അതിനെക്കാട്ടിലും ജീവനാണ് പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ആ ജീവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ 70, 80, 100 വയസ്സ് വരെയുള്ള ജീവനാണ്. അതല്ലാതെ നിത്യജീവനൊന്നുമല്ല. ആ ജീവന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കായികാഭ്യാസം ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത്. അപ്പോൾ ഈ അല്പം പ്രയോജനമുള്ളതിന് വേണ്ടി ആളുകൾ, ഒരു ഡോക്ടർ പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നമ്മളെ അതിശയം ഭയങ്കരമായി സൃഷ്ടിച്ച കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് ഇറ്റേണൽ ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് മനസ്സിലാക്കി തിരുത്താനൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. എന്നാൽ ഇവിടെ പറയാണ് കേട്ടോ, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരം വലുതല്ലോ. കാക്കയെ നോക്കൂ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലയും കളപ്പുരയുമില്ല. കാക്കേനെ നോക്കിയിട്ട് ആ മൂഢനായ വ്യക്തിയെ ഉപമിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത്, അവൻ പാണ്ഡികശാല പണിയാൻ പോകുമ്പോൾ കർത്താവ് പറയാം, കാക്കയ്ക്ക് ഒരു പാണ്ഡികശാലയില്ല, ഒന്നുമില്ല. എന്നിട്ട് ആ കാക്ക ഏതെങ്കിലും പട്ടിണി കിടന്ന് ചത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാക്കയെ ദൈവം എന്ത് ചെയ്യാണ്? ദൈവം പോറ്റുന്നു. കണ്ടോ? എന്നിട്ട് പറയാ, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നതുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. എന്നിട്ട് നമ്മളോട് പറയാ, പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. അപ്പൊ ഇതൊക്കെ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്നെ കർത്താവാണ് പുലർത്തുന്നത്, പോറ്റുന്നത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ബോധ്യത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യൗവനക്കാരനോട് പറഞ്ഞത്, എന്ത്? നിന്റെ സമ്പത്തൊക്കെ നീ വിൽക്ക്, അതെല്ലാം നീ കള, അതെല്ലാം കൊടുക്ക്, ദരിദ്രർക്ക് കൊടുക്ക്, എന്നിട്ട് നീ എന്നെ പിൻപറ്റ്, ഞാൻ നിന്നെ നടത്തുന്നത് നിനക്ക് കാണാം, നിന്നെ ഞാൻ കാണിച്ചു തരാം. നിനക്ക് അവിടെ ഇത് കൊടുക്കുന്നതുകൊണ്ട് നിനക്ക് നിക്ഷേപമുണ്ടല്ലോ, ആ നിക്ഷേപത്തിലേക്ക് പ്രവേശിക്കത്തക്ക രീതിയിൽ നിന്നെ ഞാൻ ഒരുക്കാമെന്ന് അവിടെ പറഞ്ഞത്. പക്ഷെ അവനത് മനസ്സിലായില്ല. താഴേക്ക് പറയുമ്പോൾ പറയാണ്, പിന്നെ വിചാരപ്പെടുന്നതിനേക്കാൾ തൻ്റെ നീളത്തിൽ 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിന് പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? കർത്താവ് ചോദിക്കുക കേട്ടോ. ഇതെന്തൊരു ചോദ്യമാണ്, ചോദ്യചിഹ്നം അവിടെ ഇട്ടിരിക്കണം കേട്ടോ. എല്ലാം റെഡ് ലെറ്ററിൽ എഴുതിയ കാര്യങ്ങളാണ്, കർത്താവിൻ്റെ വായിൽ നിന്നും വന്ന കാര്യങ്ങളാണ്. എന്നിട്ട് പറയാം, താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, എന്നാൽ ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും അവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ശലോമോൻ്റെ വരവ് കാണാൻ വേണ്ടി, അല്ലേ, എന്താണ് രാജ്ഞിയുടെ പേര്?
ശേബ രാജ്ഞി വേറൊരു സ്ഥലത്ത് നിന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത വന്ന് ശാലോമോന്റെ കീർത്തി കേട്ട് ആളെന്ന് കാണുന്നു. അങ്ങനെ ശാലോമോൻ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വരുന്ന സംഭവമൊക്കെ കണ്ടിട്ട് രാജ്ഞിയുടെ കണ്ണ് ഇതായി പോയത് അവർ വിചാരിച്ചതിനെക്കാട്ടിലും എത്രയോ ശ്രേഷ്ഠമായിരുന്നു എന്ന് പറഞ്ഞൊക്കെ രാജ്ഞി പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ദൈവം ശാലോമോനെ കുറിച്ച് പറയുമ്പോൾ പറയാ, ശാലോമോൻ തൻ്റെ സകല മഹത്വത്തിലും നിങ്ങൾ ഈ പാടത്തും വരമ്പിലൊക്കെ കാണുന്ന ഒരു താമരയെ കണ്ടോ, ആ താമരയുടെ ആ ശ്രേഷ്ഠത പോലും ശാലോമോൻ തൻ്റെ മഹത്വത്തിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിചാരിച്ചാലും ഒരു താമരയെ പോലെ ആ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പൂവിനെ സൃഷ്ടിക്കാൻ പറ്റില്ല. മനസ്സിലായി? അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അത് അത്രത്തോളം മനോഹരമാണ്, അത്ര മനോഹരമാണ്, അത്ര ശ്രേഷ്ഠമാണ്. ഒരു മനുഷ്യനും പറ്റത്തില്ല ഈ പറയുന്ന പോലെ ഒരു സംഭവം ഉണ്ടാക്കാൻ. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവൻ പുതിയതായിട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം സൃഷ്ടിച്ചതിൽ നിന്നാണ്. അപ്പോൾ കർത്താവോട് പറയാ, കണ്ടോ, ശലോമോൻ പോലും ഈ താമര ഇത്ര മനോഹരമായിട്ടുള്ളൊരു താമരയെ പോലെ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് പറയാം, ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം. ഈ പറഞ്ഞതിന് അർത്ഥം എന്തുവാ? തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് തൻ്റെ ആത്മാവിനെ പകർന്ന് തേജസ്സിനാൽ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി ദൈവ കൽപ്പനയെ ലംഘനത്താൽ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ട് നിത്യ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ തേടി സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് ഇറങ്ങി വന്ന് നമ്മുടെ ശിക്ഷയെ ചുമന്ന് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നഷ്ടപ്പെട്ടു പോയ ജീവനെയും തേജസ്സിനെയും തിരികെ നൽകി നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നു, വചനത്തെ തന്ന്, ദൂതന്മാരുടെ കാവൽ തന്ന്, അല്ലേ, ദൈവകൃപ പകർന്ന് നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുമ്പോൾ, അതാണ് ഇങ്ങനെ പറയുന്നത്. കണ്ടോ, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസിയെ, അല്പവിശ്വാസി എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുകയും ഇത്രമാത്രം നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു തരികയും ചെയ്ത നമ്മൾ ഓരോരുത്തരെയും നോക്കിയിട്ട് കർത്താവ് പറയാണ്, അല്പവിശ്വാസിയെ. ഇത് കേൾക്കുമ്പോൾ നമ്മളെന്ത് പറയണം? നമ്മളിലുള്ള ആ അല്പവിശ്വാസമൊക്കെ മാറിപ്പോകണം. പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. കേട്ടോ, അതാണ് അല്പവിശ്വാസിയെ നിങ്ങളെ എത്ര അധികം. അവിടെയും ചോദിച്ചില്ല, അതൊക്കെ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തോ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവത്തെക്കുറിച്ച്. അതൊരു ചോദിച്ചിട്ടിരിക്കുക. നമുക്ക് അതിൽ എത്രത്തോളം കയറണമോ ആ ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കയറാം. അതല്ല പിന്നെയും ഇതുപോലെയൊക്കെ തന്നെ ചിന്തിച്ചും ഈ ദൈവത്തെ കുറ്റപ്പെടുത്തിയും നിരാശയിലും ദുഃഖത്തിലും അല്ലെങ്കിൽ ഭീതിയിലും പിറുപിറുപ്പിലും ഒക്കെ പോകണമെങ്കിൽ അങ്ങനെ പോകാം. പക്ഷേ ദൈവം മഹത്വം കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറയാ, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോക ജാതികൾ അന്വേഷിക്കുന്നു. നമ്മൾ ജാതികളല്ല, നമ്മൾ ജാതികളായിരുന്നു. ആ ജാതികളായിരുന്ന നമ്മളെ ദൈവത്തിൻ്റെ പ്രിയ മക്കളാക്കി നമ്മളെ തീർത്തു. അല്ലേ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെ ആകുന്നു. ആ ദൈവമക്കളെ നോക്കിയിട്ട് കർത്താവോട് പറഞ്ഞോ, ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്ന കാര്യം. നിങ്ങളെ ഞാൻ ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും ഈ ജാതി ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ ഞാൻ നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ ഈ തേജസ്സിലേക്ക് ഞാൻ നിങ്ങളെ നയിച്ചെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ അല്ല ഓടേണ്ടത്. നിങ്ങൾ മുന്നമേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കും, ഇതോടുകൂടി നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ നൽകി തരാം. അതാ പറയുന്നുണ്ടോ, ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അപ്പം ഇത് ദൈവം ഇതൊക്കെ നമുക്ക് ആവശ്യമെന്ന് അറിയുന്നു എന്ന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞിറങ്ങി വന്ന ദൈവമായ ആ യേശു കർത്താവ് നമ്മളോട് പറയാം, ഇതൊക്കെ അറിയുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് നമ്മളോട് ചോദിക്കണം, നമ്മളിത് അറിയുന്നുണ്ടോന്ന്. മനസ്സിലായോ? നമ്മളത് അറിയുന്നുണ്ടോ? ദൈവം അറിയുന്നുണ്ടെന്ന് ദൈവം പറഞ്ഞത് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മളൊക്കെ വേണ്ടി കരുതുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് ആവശ്യങ്ങളെല്ലാം, അല്ലെ, കർത്താവ് പറഞ്ഞ സകലതും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ഒരു ദൈവമാണ്. ആ ദൈവം ഒരു നാൾ നമ്മൾ കൈവിടത്തിൽ ഉപേക്ഷിക്കരുത്. എന്ന് പറയാം, അവൻ്റെ രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്കിത് കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടും. ഇവിടെയാണ് ഈ കാര്യം പറയുന്നത്, ചെറിയ ആട്ടിൻകൂട്ടം. കാരണം കർത്താവിലേക്ക് വരുന്ന പലരും പിന്മാറി പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ച പോലെ പല കാര്യങ്ങളും നടക്കാതിരിക്കുമ്പോൾ, ചില സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴേക്കും ആളുകൾ നിരാശപ്പെട്ടു, ഇല്ലായ്മ വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ, നിന്ന് വരുമ്പോൾ, പരിഹാസം വരുമ്പോൾ ഒക്കെ പെട്ടെന്ന് പിന്തിരിഞ്ഞു പോവാണ്. ഇസ്രായേൽ മക്കൾ പിന്തിരിഞ്ഞൊരു മൂപ്പനാക്കി പിന്തിരിഞ്ഞു പോകാനായിട്ട് ശ്രമിച്ചതുപോലെ അവർ പിന്തിരിഞ്ഞു പോകാൻ പോകുമ്പോൾ ഇവിടെ ദൈവവചനം പറയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. ഭയമാണ് പിശാചോടുന്ന ഏറ്റവും വലിയ സംഭവം.
പലപ്പോഴും പറയും, അയ്യോ മക്കളുടെ ഭാവി എന്തായിരിക്കും, അല്ലെ, കുഞ്ഞുങ്ങളെ കെട്ടിക്കുന്ന കാര്യം, വീടില്ലല്ലോ, അല്ലെ കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, വാഹനമില്ലല്ലോ, ഇങ്ങനെ നിരവധി ആവശ്യങ്ങളുടെ മുമ്പിൽ പലപ്പോഴും ഭയം ഗ്രസിക്കുമ്പോൾ ഇവിടെ കർത്താവ് പറയും, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. കേട്ടോ, നിങ്ങൾക്ക് നൽകുവാൻ എന്നിട്ട് പറയാ, നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ. ഇവിടെ അത് തന്നെ പറയാം കേട്ടോ, നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് വിറ്റ് ഭിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അത് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന പലതും വിട്ട് കളഞ്ഞിട്ട് വിശ്വാസത്തിന്റെ സ്ഥിരതയുള്ള പൂർണ്ണതയുള്ള ആ ദൈവത്തിന്റെ പ്രിയമക്കളായി തീരുവാൻ തടസ്സം നിൽക്കുന്ന എന്താണോ അതെല്ലാം എടുത്തു കളയാനേ പറഞ്ഞു. അത് ഭിക്ഷ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയാ, കള്ളൻ അടുക്കുകയോ പുഴുക്കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവിൻ. പറയാ, പഴകിപ്പോകാത്ത മടിശീല. ഇവിടുത്തെ എല്ലാം പഴകിപ്പോകും. പലരും കൂട്ടിവെച്ച് കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പഴകിപ്പോയ നോട്ടുകളൊക്കെ എണ്ണി വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പഴകിപ്പോകുന്നതാണ്. ഇവിടെ പറയാം, പഴകിപ്പോകാത്ത, സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുവിൻ. ഇവിടെ വെച്ചുണ്ടാക്കണത് ആ നിക്ഷേപത്തിന്റെ സമൃദ്ധിക്ക് തടസ്സം നിൽക്കുന്ന എന്താണോ അതെല്ലാം ഭിക്ഷയായി കൊടുക്കണമെന്ന കർത്താവിന്റെ വചനം പറഞ്ഞു. എന്നിട്ട് പറയാ, നിങ്ങളുടെ നിക്ഷേപം ഉള്ളയിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഇതിലാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. ഇപ്പൊ 3 തരം നിക്ഷേപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടണമെന്ന് കർത്താവ് ആ യൗവനക്കാരോട് പറഞ്ഞു, അല്ലെ? സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടണമെന്ന് കർത്താവ് ആ യൗവനക്കാരോട് പറഞ്ഞു. പിന്നീട് ആ തനിക്ക് തന്നെ സമ്പാദിച്ചു വെച്ച ആ ധനവാനായ മനുഷ്യരോട് പറഞ്ഞു, തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യമൊക്കെ ഇങ്ങനെയായിരിക്കും, പെട്ടെന്ന് ജീവനെ തിരിച്ചെടുത്താൽ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. എന്നാൽ മുന്നമേ അവന്റെ രാജ്യനീതി അന്വേഷിച്ച് ആ കർത്താവിന്റെ ആ സ്വർഗത്തിൽ നിക്ഷേപത്തിന്റെ സമൃദ്ധിക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഭിക്ഷ കൊടുക്കുന്നത് പോലെ നമ്മളുടെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റി കളഞ്ഞ് ആ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ അവിടെ പറയാണ്, അത് നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപങ്ങളും ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലായിരിക്കും. എന്നിട്ടാ പറയുന്നത്, നിങ്ങളുടെ നിക്ഷേപമുള്ളയിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. അപ്പൊ നമ്മളുടെ നിക്ഷേപം എവിടെയാണ്? ആ ധനവാനായ ആ പയ്യന്റെ പോലെയാണോ, അതോ സമ്പത്തൊക്കെ വർദ്ധിച്ച ധനികനെ പോലെയാണോ, അതോ ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി, കർത്താവിന്റെ വചനാനുസരണത്തിൽ കൂടി നിക്ഷേപം വർദ്ധിക്കുവാൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ നീക്കിക്കളഞ്ഞും കൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന ആ വ്യക്തികളാണോ? നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന ആ വ്യക്തിത്വങ്ങളായി നമ്മൾ തീരുവാൻ, അതിന് തടസ്സം നിൽക്കുന്ന നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ജഡീകമായിട്ടുള്ള സ്വഭാവങ്ങൾ, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ പാരമ്പര്യമായി വന്നിരിക്കുന്ന പല മുറുകെ പറ്റുന്ന പാപ സ്വഭാവം, ഇതൊക്കെ വിഷ പോലെ കർത്താവിനോട് പറഞ്ഞ് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ആ അല്പവിശ്വാസത്തിന്റെ എല്ലാ മേലെഴുത്തുകളെയും മായ്ച്ചു കളഞ്ഞ് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചും കൊണ്ട് ദൈവ തേജസ്സിന്റെ വെളിപ്പാടിൽ ജീവിക്കുവാൻ, കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ആ കർത്താവിനോട് കൂടെ കണ്ണിമയ്ക്കുന്നതിലൂടെ രൂപാന്തരപ്പെടുന്ന തേജസ്സിന്റെ മക്കളായി വിശുദ്ധിയിൽ വളരുവാൻ, അവനെ പിൻപറ്റുവാൻ, യേശുവിനെ പോലെ ആയിത്തീരുവാൻ വലിയ ആഗ്രഹത്തിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. സർവ്വപിതാവേ, അളവറ്റ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ആ യൗവനക്കാരോട് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൻ കർത്താവെ നിന്നെ വിട്ടു പോയി. കർത്താവെ, ആ ഒത്തിരി സമ്പത്തൊക്കെ വിളഞ്ഞപ്പോൾ, ധാന്യമൊക്കെ വിളഞ്ഞപ്പോൾ പിന്നെയും കളപ്പുരകൾ വർദ്ധിപ്പിക്കുകയും തനിക്ക് തന്നെ തിന്നു കുടിച്ച് ആനന്ദിക്കുക എന്ന് പറഞ്ഞ ആ ധനവാനായ വ്യക്തി തനിക്ക് തന്നെ നിക്ഷേപിച്ചു വെക്കുന്ന ഒരു ഹൃദയമുള്ളവരായി തീർന്നു. എന്നാൽ കർത്താവെ ഞങ്ങളുടെ നിക്ഷേപം എല്ലായ്പ്പോഴും സ്വർഗത്തിൽ കർത്താവെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഇടപെടലുകളും ബന്ധങ്ങളും ഒക്കെ ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി കർത്താവെ ആ സ്വർഗീയ നിക്ഷേപം ഉള്ള വ്യക്തികളായി അതിനൊത്തോണം ജീവിക്കുന്ന ചെറിയ ആട്ടിൻകൂട്ടമായി തീരുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരും സഹായിക്കും. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളെല്ലാവരെയും കർത്താവെ വചനത്തിനൊത്തോണം അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളുണ്ടെങ്കിൽ കർത്താവ് നീക്കണം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ്. ചിലർ ഇവർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് നാനാ ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. നീയോ ഇവ വിട്ടോടി നീതി, ഭക്തി, ഇന്ദ്രിയജയം എന്നിങ്ങനെ ദൈവവിഷയത്തിൽ സമ്പന്നനാകണമെന്ന് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾ കർത്താവെ പൂർണ്ണമായി നിന്നെ പിൻപറ്റുവാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരളികൾ എല്ലാവരും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഒരു അഭിഷേകം ചെയ്യണം. പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിൽ ഗ്രഹിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ.